ജീവിതത്തിൽ എന്നുമെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 3 കെട്ടുകൾ. അത് മയ്യത്തിൽ സാധാരണ തുണിക്കഷ്ണം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കെട്ടാണ്. അത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ തന്നെ അഴിക്കുകയാണ്. എന്നാൽ നമ്മൾ കാണാത്ത ഒരു 3 കെട്ടുണ്ട്. അതേതാണ്? അത് രാത്രി സത്യവിശ്വാസികൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് വന്ന് കെട്ടുന്നതാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണം. പിശാചിന് മനുഷ്യനോടുള്ള അടുപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മജറദ്ദമി, ചോരയോടുന്ന സ്ഥലത്തെല്ലാം അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ രക്തധമനികളിലൂടെ പിശാചിൻ്റെ തേരോട്ടമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാ, ഒതുവെടുക്കൽ, ഇടതുവശത്തേക്ക് 3 പ്രാവശ്യം തുപ്പൽ, മൂക്ക് ചീറ്റൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അത് ചെയ്യുന്ന ആളുകൾ ധാരാളമാണ്, ചെയ്യാത്ത ആളുകളും ധാരാളമുണ്ട്. ചെയ്തിട്ടും ചില ആളുകൾക്ക് പിശാചിൻ്റെ സ്വാധീനം വല്ലാതെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പം എന്താണ് സംഭവിച്ചത്? നമ്മുടെ മനസ്സ് കുറേ കൂടി റെഡിയാകാനുണ്ട് എന്ന് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളുന്നത് ബുഖാരിയിലെ 1142 ഹദീസിൽ, യഅഖിദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദിക്കും, ചെകുത്താൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൂർധാവിൽ, ഇദാ ഹുവ നായിമുൻ, ഉറങ്ങുന്ന സമയത്ത്, സലാസ ഉഖദിൻ 3 കെട്ടുകൾ കെട്ടും. ഇതാണ് പിശാചിൻ്റെ ഒരു പരിപാടി. ആരുടെയാണ്? നിസ്കരിക്കാൻ എഴുന്നേൽക്കേണ്ട ആളെ, തഹജ്ജുദിന് എഴുന്നേൽക്കേണ്ട ആളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുസമ്മിലിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഖും, എഴുന്നേൽക്കുക എന്നാണ്. ഖുമില്ലൈല ഇല്ലാ ഖലീല. സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം, രാത്രി കഴിച്ചുകൂട്ടുന്ന സുജൂദിലും ഖിയാമിലും കഴിച്ചുകൂട്ടുന്നതാണ്. സൂറത്തു അൽ ഇസ്രായിൽ മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, തഹജ്ജുദ് ആണ്. പിന്നെ ദാരിയാത്തിൽ പറയുന്നുണ്ട്, പല സൂറത്തുകളിലും പറയുന്നുണ്ട് സത്യവിശ്വാസികളുടെ സ്വഭാവമായിട്ട്. അപ്പോൾ ആ ഒരു നല്ല സ്വഭാവം നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാച് എന്ത് ചെയ്യുന്നു? യഅഖിദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദിക്കും, തലയുടെ മൂർധാവിൽ അല്ലെങ്കിൽ പെരടിയുടെ തൊട്ട് മേലെ എന്ത് ചെയ്യുന്നു? സലാസ ഉഖദിൻ, 3 കെട്ട്. യദ്രിബു കുല്ല ഉഖദത്തിൻ യദ്രിബു കുല്ല ഉഖദത്തിൻ, എല്ലാ കെട്ടിൻ്റെയും മേലെ പിശാച് ഒരു അടിയടിക്കും. എന്താണ് അർത്ഥമാക്കുന്നത്? അലൈക ലൈലുൻ തവീൽ, രാത്രി ഇനിയും കുറേ ഉണ്ട് കേട്ടോ, ഫർഖുദ്, നീ ഉറങ്ങിക്കോ എന്ന്. ഫൈൻ ഇസ്തൈഖല, എന്നാൽ അത് പരിഗണിക്കാതെ അവനെ എതിർത്തുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റാൽ ആ എഴുന്നേൽക്കുമ്പോൾ ഫദക്കറല്ലാഹ, അള്ളാഹുവിനെ ഓർത്താൽ, എന്താ പറയേണ്ടത് നിങ്ങൾക്കറിയാം അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന തുടങ്ങിയ ദിക്ർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദകൾ,
അപ്പോൾ ഇൻഹല്ലത്ത് ഉഖ്ദത്തുൻ, ഒരു കെട്ട് അഴിയും. ഫഇൻ തവല്ലഅ, ഒതുവെടുത്താലോ, ഇൻഹല്ലത്ത്, അൽഹംദുലില്ലാഹ്, ഇൻഹല്ലത്ത് ഉഖ്ദത്തുൻ, രണ്ടാമത്തെ കെട്ടും അഴിയും. ഫഇൻ സ്വല്ല, നിസ്കരിച്ചാലോ, ഇൻഹല്ലത്ത് ഉഖ്ദത്തുൻ, ആ കെട്ടും അഴിയും, മൂന്നാമത്തെ. അപ്പോൾ ഫ്രഷായി, നമ്മൾ പിശാചിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്ന വാക്ക് ഫഅസ്ബഹ നശീതൻ, നല്ല ഉന്മേഷവാനായി അവൻ പുലരും, എഴുന്നേൽക്കും, നല്ല ഉഷാറായിരിക്കും. ത്വയ്യിബൻ നഫ്സി, നല്ല മനസ്സ്, നല്ല മനസ്സ്. അപ്പം ഇന്നലത്തെ വർത്താനോ അതൊക്കെ പോയി, ഇന്നലെ ഉണ്ടായിരുന്ന വിഷമങ്ങളോ അത് പോയി, ഇന്നലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അതൊക്കെ പോയി. മാത്രമല്ല മറ്റുള്ള ആളുകളെക്കുറിച്ചൊരു വിചാരവുമില്ലാതെ, മോശപ്പെട്ട ഒരു വിചാരവുമില്ലാതെയാണ് കിടന്നത്. കിടന്നപ്പോൾ അടിച്ചു കയറിയിട്ടുണ്ട്. നമ്മൾ രാവിലെയാണ് വീട് അടിച്ചു വരുന്നത്, രാത്രി തന്നെ നമ്മൾ അടുക്കള വൃത്തിയാക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സ് വൃത്തിയാക്കിയിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ഇങ്ങനെയല്ല, ഉണർന്നില്ല, അപ്പോൾ ഒതുവെടുത്തില്ല, നിസ്കരിച്ചില്ല, തഹജ്ജുദ്, അപ്പോൾ ഇല്ല അസ്ബഹ, അവൻ സുബഹിന് അല്ലെങ്കിൽ പുലരുന്നത് എങ്ങനെയായിരിക്കും? ഖബീസൻ നഫ്സി, മനസ്സ് ദുഷിച്ചുകൊണ്ടാണ്, മനസ്സ് ചീത്തയായിക്കൊണ്ടാണ്. കസ്ലാന, മടിച്ചിയുമായിട്ടാണ്. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കെട്ടുകൾ. ഈ കെട്ട് നമ്മളല്ല കിട്ടുന്നത്, മയ്യത്തിന് നമ്മളാണ് കിട്ടുന്നത്. ഇത് പിശാചാണ് വന്ന് കിട്ടുന്നത്. അത് നമ്മൾ കാണുന്നൊന്നുമില്ല, പക്ഷെ അള്ളാഹിൻ്റെ റസൂലാണ് പറയുന്നത്. ഇനി 1144 ഹദീസ് എന്താ പറഞ്ഞത്? ഇദസ്തയഖല അഹ്ദുക്കും മിൻ മനാമിഹി, ഉറക്കുന്ന് ഉണർന്നാൽ, ഫതവല്ലഅ, എന്നിട്ട് ഒതുവെടുത്താൽ, ഫല്യസ്തൻസിർ സലാസ മർറാത്തിൻ, 3 പ്രാവശ്യം മൂക്ക് ചീറ്റണം. എന്താ കാരണം? ഫഇന്ന ശൈത്വാന യബീതു അലാ ഖയാസീമിഹി, പിശാച് അവൻ്റെ കരിമൂക്കിലുകളിലാണ് കിടന്നുറങ്ങുന്നത്. അല്ലാഹു അക്ബർ. അപ്പോൾ നമ്മളെ കൂടെ ആരുണ്ട്? അവിടെയാണ്. അല്ലാഹു അക്ബർ. അപ്പോൾ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കാര്യമായി ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ. നമുക്കറിയാവുന്ന പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇത് ബുഖാരിയിലെ 3295 ഹദീസാണ്. ബുഖാരിയിലെ 1144 ഹദീസിൽ വേറെ കാര്യം പറയുന്നുണ്ട്. അതെന്താ? ഒരാളെക്കുറിച്ച് കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാളെ കുറിച്ച് പറഞ്ഞു. എന്താ പറയണത്? അവൻ രാത്രി കിടന്നിട്ട് സുബഹിന് മുമ്പ് തഹജ്ജുദിന് ഉണരുന്നില്ല. അപ്പോൾ ബുഖാരിയിലെ ഹദീസിൽ പറയുന്നത്, 1144 ഹദീസിൽ പറയുന്നത്, ذاك رجل بال الشيطان في أذنيه, അവൻ്റെ ചെവിയിൽ, അല്ലെങ്കിൽ അവൻ്റെ 2 ചെവിയിൽ എന്ത് ചെയ്തു? പിശാച് മൂത്രമൊഴിച്ചു. അല്ലാഹു അക്ബർ. അപ്പോൾ മനസ്സിലായില്ലേ പിശാച് എവിടെയൊക്കെ വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. പരിഹാരം വ്യക്തമാണ്. നമ്മൾ തന്നെയാണ് ചികിത്സിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് ഉണരേണ്ടത്, നമ്മൾ തന്നെയാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിഅമർ റജുലു അബ്ദുള്ള, എത്ര നല്ല മനുഷ്യനാണ് അബ്ദുള്ള. അപ്പോൾ ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണമെങ്കിൽ എന്ത് വേണം?
അത്യാവശ്യം അല്ല, നല്ലോണം നന്നാകണം, അല്ലേ? അപ്പം നിഅ്മർ റജുലു അബ്ദുള്ള, അവൻ എത്ര നല്ല മനുഷ്യനാണ്. എന്നിട്ട് പറഞ്ഞ വാക്ക് ആണ് ലൗകാന യുസല്ലി ബില്ലൈൽ, അവന് എത്ര നല്ല മനുഷ്യനാണ്. ലൗകാന യുസല്ലി ബില്ലൈൽ, അല്ലാഹു അക്ബർ. അവനൊന്ന് രാത്രി നിസ്കരിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ പിന്നീട് ആ വാക്ക് കേട്ട ശേഷം ഒരു രാത്രി പോലും ഒഴിവാക്കിയിട്ടില്ല എന്ന്. തുടർച്ചയായി മരണം വരെ നിസ്കരിച്ചു. അപ്പോൾ പൊതുവെ നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന ഒരു ശീലം രാത്രി വളരെ വൈകി ഉറങ്ങുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് രാത്രി ഷിഫ്റ്റാണ്. ചില ആൾക്കാർ രാത്രി വൈകിയാണ് എത്തുന്നത്, പണി കഴിഞ്ഞിട്ട്, കട പൂട്ടി അല്ലെങ്കിൽ ജോലി കഴിഞ്ഞെത്തുന്നത്. കാരണങ്ങളുണ്ട്. പക്ഷേ കാരണങ്ങൾ എന്തായാലും ശരി, കാര്യം എന്താണ്? തഹജ്ജുദിന് എഴുന്നേൽക്കണം. അപ്പം അതിന് കഴിയാത്ത വിധത്തിലൊരു ജോലി, താടി വളർത്താൻ കഴിയാത്ത ജോലി, ഇസ്ലാമിൻ്റെ മസ്ജിദുകളിൽ 5 നേരം പോകാൻ കഴിയാത്ത ജോലി, അത് നിയമം അനുശാസിക്കുന്ന വിധത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. എങ്ങനെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാം, എങ്ങനെ താടി നീട്ടി വളർത്താം, എങ്ങനെ ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കാം, എന്നിട്ട് ഈ ജോലി സ്വീകരിക്കാം. ഒരുപാട് ജോലികളുണ്ട്. തൊഴിലവസരങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങൾ, വാർത്തകൾ, പത്രത്തിലെ പരസ്യങ്ങൾ, മൊബൈലിൽ വരുന്ന കാര്യങ്ങൾ, കോടിക്കണക്കിന് ആൾക്കാർ ആവശ്യമുണ്ട്. അതിലൊരാളാണ് നമ്മൾ. എങ്കിൽ നമ്മൾ ആലോചിക്കുക, നമുക്ക് പറ്റിയ ജോലി ഏതാണ്, നമുക്ക് പറ്റാത്ത ജോലി ഏതാണ്. അത് സാമ്പത്തിക കാര്യങ്ങൾ ആലോചിക്കും. അതുപോലെ നമ്മുടെ വീടിനടുത്താണോ അല്ലേന്ന് ആലോചിക്കും. അതുപോലെ പല കാര്യങ്ങളും ആലോചിക്കും, അല്ലേ? ശമ്പളം, മറ്റു കാര്യങ്ങളൊക്കെ. എന്നാൽ പരലോകത്തെ ശമ്പളം, പരലോകത്തെ അടുപ്പം, റബ്ബിനോട് അടുപ്പം, ഓക്കെ, വീടിനടുത്താകണം ജോലി, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കുമല്ലോ. സ്റ്റാറ്റസിന് അടുത്തതാകണം. റബ്ബിൻ്റെ അടുക്കലുള്ള സ്റ്റാറ്റസ് സ്വർഗമാണല്ലോ. ആ സ്വർഗത്തിൽ അത്യുന്നതമായ സൗകര്യങ്ങളാണല്ലോ. ആ നിലക്ക് നമ്മൾ ആലോചിക്കണം, ചർച്ച ചെയ്യണം എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. എത്രയോ ആളുകൾ പലിശയുമായോ കൈക്കൂലിയുമായോ അല്ലെങ്കിൽ മറ്റു പലതുമായോ ബന്ധപ്പെട്ട ജോലി ഒഴിവാക്കിയിട്ടുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിവാഹാലോചനകൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ബാപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്. നല്ല ആളാണ്, നല്ല മനുഷ്യനാണ്, പക്ഷേ സ്ത്രീധനത്തിൻ്റെ ഒരു വിഷയമുണ്ട്, ഒഴിവാക്കി. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ബന്ധങ്ങൾ, അല്ലേ? അതുപോലെ നല്ല ഒരു മനുഷ്യൻ, നല്ല സ്വഭാവവും സംസ്കാരവും മര്യാദയ്ക്കുള്ള മനുഷ്യൻ, പക്ഷേ നിസ്കരിക്കൂല. അപ്പോൾ പെണ്ണ് പറയുന്നു, എനിക്ക് എൻ്റെ അയാളെ കൂടെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. കുറേ ഉപദേശിച്ചു, ഒരുപാട് കാലം ഉപദേശിച്ചു, ഒരുപാട് കാലം നഷ്ടപ്പെട്ടു. അങ്ങനെ പിശാചിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന ആണുങ്ങൾ. അതുപോലെ മറിച്ചുണ്ട്, ഭാര്യ എഴുന്നേൽക്കുന്നില്ല. ഒരുപാട് പറഞ്ഞു നോക്കി, എത്രയായാലും എഴുന്നേൽക്കുന്നില്ല, സുബഹിക്ക് നിസ്കരിക്കുന്നേയില്ല എന്നൊക്കെ വന്നാൽ തീർച്ചയായും തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. തീരുമാനം നമ്മുടേതാണ്. ആ തീരുമാനത്തിന് പിന്നിൽ അല്ലാഹുവും റസൂലുമാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളാണ്, വിധിവിലക്കുകളാണ്. അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ, ദേഷ്യം പിടിച്ചിട്ടല്ല, നമ്മുടെ സൗകര്യത്തിന് മാത്രമല്ല. അപ്പോൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതനുസരിച്ച് ദേഹേച്ഛ ആകുന്നതുവരെ നിങ്ങളാരും വിശ്വാസികളാവില്ല എന്ന കൽപ്പന നമുക്ക് പാലിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരാരാകണം, നമ്മുടെ ബന്ധുക്കളാരാകണം, നമ്മൾ പറയുന്ന ബന്ധം ആരുടേതാണ്? ഇന്ന ആളെ ചങ്ങാതിയല്ലേ, അറിയാം, എൻ്റെ വാപ്പയാണ് ഇന്ന എൻ്റെ കുടുംബക്കാരൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കണം. എന്നാൽ പിശാച് നമ്മുടെ കൂട്ടുകാരനായാലോ, ആരങ്ങളെ ചങ്ങാതിയാണ്? എൻ്റെ ചങ്ങാതി ഇബ്ലീസാണ്, ദൂർത്തടിക്കുന്ന ആൾ, ഇഖ്വാന ഷയാത്തീൻ, അല്ലേ? ചെകുത്താന്മാരുടെ ചങ്ങാതിമാരാന്ന് പറയുന്നുണ്ടല്ലോ, അല്ലേ? ഫുലാനൻ ഖലീല, ഇന്ന ആളെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്ന് പറഞ്ഞില്ലേ.
അപ്പം നിങ്ങളെ ഫ്രണ്ട് ആരാണ്? ഷെയ്ത്താനാണ് എന്ന് ആണോ പെണ്ണോ പറയാൻ ഇടവരാതിരിക്കാൻ നമ്മൾ നല്ലവരുമായി കൂട്ടുകൂടണം, നല്ല കാര്യങ്ങളുമായി കൂട്ടുകൂടണം. കല്യാണ സദസ്സുകളിലൊക്കെ പോയാൽ പിശാചിൻ്റെ വിളയാട്ടം കാണാം. എല്ലായിടത്തുമല്ല, എത്രയോ നല്ല കല്യാണങ്ങളുണ്ട്. പക്ഷേ അച്ചടക്കത്തിൻ്റെ, നിയമത്തിൻ്റെ, ന്യായത്തിൻ്റെ, നീതിയുടെ ആ അതിരുകളൊക്കെ അപ്പുറത്തേക്ക് കിടക്കുന്നു. മിക്ക പ്രസംഗങ്ങളിലും കാണാം ഇതൊരു നല്ല കല്യാണമാണ്, പരിശുദ്ധമായ വിവാഹബന്ധമാണ്, ഖുർആൻ സുന്നത്തും അനുസരിച്ചാണെന്നൊക്കെ പ്രസംഗത്തിൽ പറയും. പക്ഷേ ആ ആളത് ചോദിക്കുന്നുണ്ടോ എന്തൊക്കെ അവിടെ നടക്കാൻ പോണത് എന്ന് ചോദിക്കണം, ബന്ധുക്കൾ ചോദിക്കണം. അപ്പോൾ അല്ലെങ്കിൽ പെട്ടുപോകും. കെ എം മൗലവി റഹിമഹുല്ല ഒരു വിവാഹ സദസ്സിൽ എത്തിയപ്പോൾ അവിടെ ബാൻഡ് അല്ലെങ്കിൽ കൊട്ട്, ചെണ്ട അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ഇന്നലെ നമുക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. വേഗം ഇറങ്ങിപ്പോരേണ്ടി വന്നു. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ. കാരണം ന്യായത്തിനും സത്യത്തിനും ധർമ്മത്തിനും നമ്മൾ കൂട്ടുനിൽക്കാൻ പാടുള്ളൂ, അന്യായത്തിനും അധർമ്മത്തിനും കൂട്ടുനിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ പിശാചാണ് ഇടവരുത്തുന്നത് നമുക്കറിയാം. അപ്പോൾ ഒന്ന്, മയ്യത്തിൻ്റെ കെട്ട് നമ്മളാണ് കെട്ടുന്നത്, നമ്മൾ തന്നെ അഴിക്കുന്നു. ഇവിടെ പിശാച് ആണ് കെട്ടുന്നത്, അത് അഴിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അഴിയണമെങ്കിൽ എന്ത് വേണം? ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഇത് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ നമ്മുടെ ചങ്ങാത്തങ്ങളിൽ വരുന്ന അപാകതകൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സുപ്രഭാതത്തിൽ എല്ലാ നിലക്കുമുള്ള സന്തോഷകരമായ ദിവസം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആശംസിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹുവേ, എല്ലാ ദിവസവും നല്ല ഒരു തുടക്കവും നല്ലൊരു ഒടുക്കവും നൽകണേ റബ്ബേ. എല്ലാ ജീവിതവും അള്ളാഹുവേ തുടക്കവും ഇടക്കും ഒടുക്കവും നന്നാക്കി തീർക്കണേ റബ്ബേ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനും ഈമാനോടും തൗബയോടും കൂടി മരിക്കാനും റബ്ബെ അനുഗ്രഹിക്കണം. രോഗികളായി സദസ്സിലും ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് അള്ളാഹുവേ ശിഫ നൽകണം. ഇത്തരം പരിപാടികൾ എല്ലാ മഹല്ലുകളിലും എല്ലാ മണ്ഡലങ്ങളിലും നടത്താൻ സംഘാടകർക്കും ശ്രോതാക്കൾക്കും അള്ളാഹുവേ തൗഫീക്ക് നൽകണം. അവർക്കത് തോന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബെ. എല്ലാ നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്കെല്ലാം അള്ളാഹുവേ വിടുതൽ നൽകുമാറാകണം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, എല്ലാ സത്യവിശ്വാസികൾക്കും റബ്ബേ പുറത്തു കൊടുക്കണേ. അവരെല്ലാവരെയും ഞങ്ങളോട് കൂടെ റസൂലിൻ്റെ കൂടെ അള്ളാഹുവേ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. السلام عليكم ورحمة الله وبركاته.